ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഐസ്ക്രീം റെസിപ്പി ആട്ടോ. അവോക്കാഡോ ഐസ്ക്രീമാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അവോക്കാഡോ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണെന്ന് എല്ലാവർക്കും അറിയണതാണല്ലോ. നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ കൊഴുപ്പുകളും ഫൈബറും വിറ്റാമിൻസ്, അത് ബി, ഇ, കെ, സി ഇതുപോലുള്ള വിറ്റാമിൻസും പൊട്ടാസ്യം പോലുള്ള മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഫ്രൂട്ടാണിത്. ഈ അവോക്കാഡോ നമ്മൾ കഴിക്കുന്നത് തന്നെ നമ്മുടെ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഒന്ന് ഗ്ലോ ചെയ്യാനും നമ്മുടെ ഡൈജഷനൊക്കെ പെർഫെക്റ്റ് ആണിത്. അപ്പം അതുകൊണ്ടൊരു ഐസ്ക്രീം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയല്ലേ. അതുകൊണ്ട് ജ്യൂസ് ആണെങ്കിലും അടിപൊളി, ഐസ്ക്രീം ഇത് പിന്നെ സാലഡിലും ഒക്കെ ഉപയോഗിക്കും. അപ്പം നമുക്കിന്ന് ഇതുകൊണ്ട് ഒരു അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. അപ്പൊ അവോക്കാഡോ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് പഴുത്തത് അങ്ങ് എടുക്കണ്ട. ഒരുപാട് പഴുത്തത് എടുക്കുമ്പോൾ അതിന്റെ ഉള്ളില് ഭയങ്കര ബ്ലാക്ക് കളർ വരും. അപ്പൊ ഒരു മീഡിയം സൈസ് പഴുപ്പ് മതി, എന്നാലേ നമുക്ക് ഇന്ന് ഈ കളറിൽ അങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പൊ അതിനായിട്ട് ഞാൻ എന്താ 2 അവോക്കാഡോ എടുത്തിട്ടുള്ളത്. അതിന്റെ ഉള്ളിൽ നിന്ന് ആ പഴുപ്പ് അങ്ങോട്ട് സ്കൂപ്പ് ചെയ്തെടുക്കുക ചെയ്യണത്. ചില കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാൻ ഒരു മടിയായിരിക്കും. നമ്മൾ ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ അതൊരു മടിയായിരിക്കും. അപ്പൊ നമുക്ക് അവർക്ക് വെറൈറ്റി ആക്കിയിട്ട് ഇതിന്റെ ഒരു ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൗതുകമായിരിക്കും. അപ്പൊ അവർ കഴിച്ചോളും. നല്ല ഹെൽത്തി ആണേനും നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ നല്ല ഹെൽത്തി ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പൊ നമുക്കതൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പൊ ഞാനിത് അവോക്കാഡോ എല്ലാം അങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ അതിലോട്ട് ഒരു 1/2 കപ്പ് പാല്, തണുത്ത പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ലെമണ് അതും കൊണ്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും നീരയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റ് ഒക്കെ വരുമ്പോൾ നല്ല രസമാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് ജ്യൂസ് ആക്കി എടുക്കുക. നന്നായിട്ട് അടിച്ചെടുക്കണം, നല്ല സോഫ്റ്റ് ആയിരിക്കണം. അപ്പൊ ഞാൻ അത് നന്നായിട്ട് അടിച്ചെടുത്തത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാണ്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിതാ ഇതിനുള്ള ക്രീം റെഡിയാക്കി എടുക്കണല്ലോ. അപ്പൊ അതിനായിട്ട് ആ ക്രീം റെഡിയാക്കി എടുക്കണേ മുന്നേ തന്നെ അതിന്റെ പാത്രം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പൊ അതിലോട്ട് ഞാൻ 1 കപ്പ് ഫ്രഷ് ക്രീം ആയിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ആദ്യം ഒരു മീഡിയം സ്പീഡിലും ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് പിന്നെ ഹൈ സ്പീഡിലേക്ക് എത്തിയാൽ മതി. ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ അതങ്ങനെ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുക്കും. ഒരു 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കും. അപ്പൊ നല്ല തിക്കായിട്ട് ഇങ്ങനെ വരും. ഇനി കുറച്ചുകൂടെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ഒന്നുകൂടെ നല്ല ക്രീം ആയിരിക്കും. എന്നിട്ട് നമുക്ക് അതിലോട്ട് നമ്മുടെ അവോക്കാഡോ അടച്ചു വെച്ചത് കുറേശ്ശെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ക്രീം നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്, നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ അവോക്കാഡോ ചേർത്ത് കൊടുക്കാം. ഇത് ഒന്നായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കണം. ഇത് അല്പാൽപമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ ക്രീമും ആ അവോക്കാഡോയും നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആയി വരണം. അപ്പം അതിനായിട്ട് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് എന്നെ ഇളക്കി കൊടുക്കാം. പിന്നല്ലേ നമ്മളിത് ജ്യൂസ് അടിച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ലൊരു ഗ്രീൻ കളർ കാണുമല്ലോ. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കളറൊക്കെ ഒന്ന് മാറി, അതിന്റെ ഷെയ്ഡ് മാറി വരുമല്ലോ. അപ്പൊ അതേപോലെ തന്നെ കേട്ടോ ഐസ്ക്രീം ആകുമ്പോൾ ഇപ്പൊ നല്ല കളറിൽ നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പൊ കളറൊക്കെ ചേർക്കുന്ന ആൾക്കാരുണ്ടോ, അപ്പൊ അവരുടെ നല്ല ഗ്രീൻ കളറിൽ കാണാൻ പറ്റും. അപ്പം നമ്മള് കളറൊന്നും ചേർക്കാത്തത് കാരണം നമ്മളുടെ ഒരു നാച്ചുറൽ ഐസ്ക്രീമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതല്ലേ. അപ്പൊ കളറിലൊന്നും നോക്കണ്ട, നമ്മൾ ഇങ്ങനെ തന്നെയാണ് അതിന്റെ കളർ ഉണ്ടായിരിക്കാം. അത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു കളറായിരിക്കും. പിന്നെ അതൊക്കെ തണുത്ത് കുറച്ച് കഴിഞ്ഞ് ഈ കളറിനൊരു അതിന്റെ ഷെയ്ഡ് ഒന്ന് മാറി വരും. അപ്പം ബേജാറൊന്നും വേണ്ട, അത് അങ്ങനെ തന്നെയാണ് ആയിരിക്കാം. അപ്പൊ ഞാനതൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്ലാസ്റ്റിക് റാപ്പർ വെച്ചിങ്ങാണ്ട് നമുക്ക് ടൈറ്റ് ആയിട്ട് അത് അടച്ചു വെക്കാം. നമ്മുടെ ഫ്രിഡ്ജിലുള്ള ബാക്കിയുള്ള സാധനത്തിന്റെ സ്മെല്ലൊന്നും ഇതിലോട്ട് വരാണ്ടിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ ഒരു 8 ഹവേഴ്സോ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റോ നമ്മളിത് സൂക്ഷിച്ചു വെക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഐസ്ക്രീമൊക്കെ ഞാൻ രാത്രി വെച്ചതാണ് കേട്ടോ. എന്നിട്ട് രാവിലെയാണ് നോക്കണത്. അപ്പൊ ഐസ്ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു കളറിൽ ചേഞ്ച് വരുന്നു, അത് തണുത്തെല്ലാം വരുമ്പം. അപ്പം അധികം ചേഞ്ചസ് ഒന്നും ഇല്ല, എന്നാൽ പോലും ചെറിയൊരു മാറ്റം. അപ്പൊ നമ്മുടെ ഐസ്ക്രീമൊക്കെ നല്ല അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്കൂപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഐസ്ക്രീം നല്ല ഉഷാറായത് സെറ്റായി വന്നതുകൊണ്ടാണ് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഇത്ര നമുക്ക് കിട്ടത്തില്ല. അപ്പൊ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല രസമല്ല ഐസ്ക്രീം ഒക്കെ സ്കൂപ്പ് ചെയ്യുമ്പോൾ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കാൻ.
അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.